ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. കേരളത്തിലെ ഏറ്റവും മികച്ച 4 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ കുറിച്ചും അവിടെ കിട്ടാൻ കഴിഞ്ഞ വർഷം ഏത് റാങ്കാണ് ഓരോ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് വേണ്ടി വന്നതെന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ടോപ്പ് 4 എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ മെഡിക്കൽ സീറ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിനും ഒരേ വാല്യൂ ആണ്. എന്നാൽ പോലും കുട്ടികൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ബേസിൽ, അതായത് ഏറ്റവും ഉയർന്ന റാങ്കുകാർ കഴിഞ്ഞ തവണ ഒപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയതിൻ്റെ ഒരു ബേസിൽ മാത്രമാണ് മിസ് ഇത് പറയുന്നത്. എല്ലാ മെഡിക്കൽ സീറ്റുകൾക്കും ഒരേ വാല്യൂ ആണ്. യെസ്, അപ്പൊ നമുക്ക് ജസ്റ്റ് 4 മെഡിക്കൽ കോളേജ് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം ഒരു അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് തന്നെയാണ്. അപ്പോൾ റാങ്ക് നമ്പർ 1 വേണമെങ്കിൽ നമുക്ക് കാലിക്കറ്റിന് കൊടുക്കാം. അപ്പൊ കാലിക്കറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് എല്ലാ കോളേജുകളുടെയും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടല്ല പറയുന്നത്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും അഡ്മിഷൻ എടുക്കുമ്പോൾ, അലോട്ട്മെന്റ് എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്ത ഒരു കോളേജിന്റെ ബേസിൽ മാത്രം ഞാൻ വീണ്ടും പറയാണ്, എല്ലാ മെഡിക്കൽ സീറ്റുകൾക്കും ഒരേ വാല്യൂ ആണ്. യെസ്, അപ്പോൾ കാലിക്കറ്റ് പറയുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 234 റാങ്കിന് വരെ മാത്രമാണ് കഴിഞ്ഞ തവണ കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. അത്രയും ടൈറ്റ് ആയിരുന്നു. ഇഴവ 475, മുസ്ലിം 280, ബാക്ക്വേർഡ് ഹിന്ദു 529, LA 1020, ദീവര കാറ്റഗറിയാണ് 3098, വിശ്വകർമ്മ 583, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1149, KN 4225, KU 7188, SC 5623, ST 11656, EW ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് 1104. ഇതാണ് കാലിക്കറ്റിലെ കഴിഞ്ഞ തവണത്തെ കാറ്റഗറി വൈസ് ഉള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഓക്കെ, തേർഡ് അലോട്ട്മെന്റിന്റെ ആണ്. നെക്സ്റ്റ് ട്രിവാൻഡ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ് പിന്നീട് നമ്മൾ കട്ട് ഓഫ് നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. സോ ഓപ്പൺ കാറ്റഗറി 370, 370ക്കാണ് അവിടെ അവസാനമായിട്ട് കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിക്കുന്നത്. ഈഴവ 611, മുസ്ലിം 450, ബാക്ക്വേർഡ് ഹിന്ദു 690, LA 789, ദീവര 3297, VK 760, BX 502, KN 4808, KU 14155, SC 8701, ST 17277, EW 1328 ലാസ്റ്റ് റാങ്ക്. ഓക്കെ, ആൻഡ് തേർഡ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ആണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരും കോട്ടയവും നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ റാങ്കിന്റെ വ്യത്യാസം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ തൃശ്ശൂര് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് 553 ആണ്. മക്കളെ, നമ്മൾ എങ്ങനെ നോക്കിയാലും ജനറൽ കാറ്റഗറിയിൽ ഒരു 900,000 റാങ്കിനുള്ളിൽ വന്നവർക്ക് മാത്രമാണ് ജനറൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചത് കേരളത്തിൽ. റെഡി? യെസ്. അപ്പോൾ 553. ഈഴവ ലാസ്റ്റ് റാങ്ക് ക്ലോസിംഗ് റാങ്ക് 794, മുസ്ലിം 603, LA ബാക്ക്വേർഡ് ഹിന്ദു 849, LA 1934, ദീവര 4531, VK 1223, BX 1421, KN 6595, KU 10500. കുശവ and related KN കുശവൻ and related communities ആണ്. KU കുടുംബി and related communities ആണ് 10556, SC 8673, ST 18453, EW 1746. റെഡി? ആൻഡ് ഫോർത്ത് നമുക്ക് എടുക്കാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. ഞാൻ പറഞ്ഞു, ഇവർ തമ്മിൽ വലിയ റാങ്ക് വ്യത്യാസമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ബേസിൽ മാത്രം പറയാണ്. യെസ്, അപ്പോൾ ഓപ്പൺ കാറ്റഗറി 594, ഈഴവ 815, മുസ്ലിം 673, ബാക്ക്വേർഡ് ഹിന്ദു 799, LA 1200, DV 3887, VK 820, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1351, KN 6247, KU 14879, SC 9173, ST 17812, EW 1496. സോ ഏത് മെഡിക്കൽ കോളേജ് എടുത്താലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളെക്കാളും പഴയ മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കുറച്ചധികം കൂടുതലായിരിക്കും. ഇവൻ എല്ലാ മെഡിക്കൽ സീറ്റുകൾക്കും ഒരേ വാല്യൂവും ഒരേ ഇമ്പോർട്ടൻസുമാണ്. ആ ഒരു മെഡിക്കൽ സീറ്റിലേക്ക് എത്തുക, ഡോക്ടർ ആവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഡ്രീം. നിങ്ങൾ ഓരോരുത്തരുടെയും ഡ്രീം. ആ ഡ്രീമിൽ നിങ്ങളെ സഹായിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സോ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഏറ്റവും മികച്ച റാങ്കിലെത്തി ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.